തീർച്ചയായും ശരത്ചന്ദ്രനിലേക്ക് കൂടി പോവുകയാണ് ഈ ഘട്ടത്തിൽ. ശരത്ചന്ദ്രൻ, താങ്കൾ ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നിദാനമായ ആ വാക്കുകളാണ് ഇന്നലെ രാജ്യസഭയിൽ നടന്നതാണ് നമ്മൾ ഒരിക്കൽ കൂടി കാണുന്നത്. ഇവിടെ നാം കാണേണ്ടത് സുരേഷ് ഗോപി കാണിക്കുന്ന അൺപാർലമെൻ്ററിയായ പ്രവർത്തികൾ ഒരു ഗൗരവവും അർഹിക്കുന്നില്ല എന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നു. അത് ഒരു സീസൺഡ് പൊളിറ്റീഷ്യനെ പോലെ വളരെ ക്രിയാത്മകമായാണ് സുരേഷ് ഗോപിക്ക് മറുപടി എന്ന് ജോൺ ബ്രിട്ടാസ് നൽകിയത്. അങ്ങനെ ആ രണ്ട് വ്യക്തികളുടെ പൊളിറ്റിക്കൽ ക്വാളിറ്റി കൂടി ഈ ഘട്ടത്തിൽ ബോധ്യമാവുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഘട്ടത്തിൽ? ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാജ്യസഭയിൽ ഈ വിഷയം ഉണ്ടാകുമ്പോൾ ശക്തമായ വിമർശനം മോദി സർക്കാരിന് മേൽ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ തുറന്നുകാട്ടി ജോൺ ബ്രിട്ടാസ് MP സംസാരിക്കുമ്പോഴാണ് സമീപകാലത്തെ എമ്പുരാൻ എന്ന സിനിമയിലെ മുന്ന എന്ന കഥാപാത്രവും അതുപോലെ തന്നെ ചരിത്രത്തിൽ നമ്മളെപ്പോഴും അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞതുപോലെ യൂദാസിൻ്റെ പ്രവൃത്തി എന്നുള്ളതൊക്കെ ഒരു വളരെ ശക്തമായി ഒരു വിഷയത്തെ ആ വിഷയാവതരണത്തിൽ ഉപയോഗിക്കുന്ന രീതികളാണ്. ആ രീതികൾ അവലംബിച്ചപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത് എന്ന് ധരിച്ച് അദ്ദേഹം സ്വയം ചാടി പുറപ്പെടുകയായിരുന്നു. അപ്പുറത്തുനിന്ന് തന്നെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് തന്നെ എല്ലാവർക്കും അത്ഭുതം തോന്നുന്ന നടപടിയാണ് കേന്ദ്ര സഹമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. ജോൺ ബ്രിട്ടാസിൻ്റെ വിമർശനത്തെ സ്വയം ഏറ്റെടുത്ത് അത് തനിക്ക് നേരെയാണ്, തന്നെയാണ് മുന്നേ എന്ന് വിളിക്കുന്നത് എന്ന നിലയിലേക്ക് ചാടി വീണ് പ്രതികരിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം നിലവിട്ടു പോവുകയായിരുന്നു. അതാണ് രാജ്യസഭയിൽ ഇന്നലെ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് രാവിലെ കൊച്ചിയിലും കണ്ടത്. മാധ്യമപ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അജിംഷാദ് കണ്ടതാണ്, നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ്. ഇവിടെ രാജ്യസഭയിലെ ഇന്നലത്തെ ആ ചർച്ചകൾക്കൊക്കെ ശേഷം ജോൺ ബ്രിട്ടാസ് രാവിലെ മധുരയിലേക്ക് വരുന്നു, പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ വരുന്നു. ആ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരുന്നു. ഇവിടെ മാധ്യമങ്ങളോട് കൂട്ടായി സംസാരിക്കാം എന്ന് പറയുന്നു. നമ്മളൊക്കെ അറിയാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അദ്ദേഹം മറുപടി പറയുന്നു. ഇതേ മട്ടിൽ ഉമേഷ് അടക്കം കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർ കേന്ദ്ര സഹമന്ത്രിയെ കാണാൻ എത്തുമ്പോൾ അദ്ദേഹം ഇന്നലത്തെ ഒരു അനുഭവത്തിൻ്റെ കണക്കിന് കിട്ടിയ ഒരു അനുഭവവും അവസ്ഥയും ഒക്കെയുണ്ട്. അത് അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ടാകാം, അദ്ദേഹത്തിൻ്റെ നിലവിട്ട് പെരുമാറാൻ ഇടവരുത്തിയതാകാം. സുരേഷ് ഗോപി എന്ന മിത്രം എന്നാണ് ജോൺ ബ്രിട്ടാസ് MP സൂചിപ്പിച്ചത്. സുരേഷ് ഗോപി എന്ന മിത്രത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ അതിനെ വലിയ ഗൗരവം കൊടുക്കുന്നില്ല, അത് അതേ നിലയിൽ തള്ളിക്കളയുകയാണ്. പക്ഷേ ആ പാർട്ടി പോലും, അദ്ദേഹം പറഞ്ഞത് ആ പാർട്ടിയോ സർക്കാരോ ഒന്നും അദ്ദേഹത്തിന് വലിയ ഗൗരവം കൊടുക്കാറില്ല എന്നുള്ളത് നമ്മൾക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ അറിയാവുന്നതാണ്. ആ നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം തിരുത്തുക, അദ്ദേഹത്തിന് സമൂഹം ഒരു ഗൗരവം കൊടുക്കുന്ന ഗൗരവമായി അദ്ദേഹത്തെ കാണുന്നില്ല എന്ന പ്രശ്നമുണ്ട്, ആ പാർട്ടി കാണുന്നില്ല എന്ന പ്രശ്നമുണ്ട്. അത് കൂടുതൽ ശരിവെക്കും വിധത്തിലേക്ക് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഉന്നയിച്ച വിഷയങ്ങൾ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അരമനകൾ തോറും കയറിയിറങ്ങുക, അതേസമയം ന്യൂനപക്ഷ വിരുദ്ധമായ നടപടികൾ അതിശക്തമായി മുസ്ലിമിൻ്റെ കാര്യത്തിൽ, ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ ജബൽപൂരിൽ വൈദികർ ആക്രമിക്കപ്പെട്ട പ്രശ്നം നിൽക്കുന്നു. അതുപോലെ തന്നെ മണിപ്പൂരിൻ്റെ അവസ്ഥ, ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്ന സംഭവം, ഗുജറാത്ത് വംശഹത്യയുടെ അനുഭവം, ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ സംഘ് പരിവാറിൻ്റെ ആശയ അടിത്തറയിൽ നിന്നുള്ള ശക്തമായ വിരോധമുണ്ട്. അത് മുസ്ലിം ആകട്ടെ, ക്രൈസ്തവരാകട്ടെ, കമ്മ്യൂണിസ്റ്റുകളാകട്ടെ, അത് അജിംഷാദ് അറിയാം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഓരോ വിഭാഗം അത് പൊതുവിലെടുത്താൽ അത് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെ ശക്തമായി എതിർക്കുക എന്നുള്ളതാണ്. അതിലെ വിമർശനങ്ങളെ സുരേഷ് ഗോപി സ്വയം ഏറ്റെടുത്ത് അത് തന്നെയാണ് എന്ന മട്ടിലേക്ക് പ്രതികരിക്കാൻ ഇറങ്ങിത്തിരിച്ച് സ്വയം അപഹാസ്യനായി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് എറണാകുളത്ത് കാഴ്ചവെച്ച പ്രകടനം പോലും. അതിൽ മാധ്യമപ്രവർത്തകരാകെ കൂട്ടമായി, ഞാൻ ആ വീഡിയോ കണ്ടു, കൂട്ടമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമീപനത്തോട് വിയോജിക്കുന്നത് കണ്ടു. അതും ഏറ്റവും ശരിയായ നല്ലൊരു കാര്യമായി തോന്നി. കാരണം ഉമേഷ്, നമ്മുടെ പ്രതിനിധി കൈരളിയുടെ ഭാഗത്തുനിന്ന് ചോദ്യം വരുമ്പോൾ അസഹനീയമായി അദ്ദേഹം ഏതൊക്കെയോ നിലയിൽ മറുപടി പറയും. മറുപടിയല്ല, എന്തെല്ലാമോ പറയുകയാണ്. ഒടുവിൽ ഏത് ചാനലാണെന്ന് ചോദിക്കുകയാണ്. കൈരളിയാണെന്ന് അറിയുന്നതോടുകൂടി ഒരു പരിഹാസത്തിൻ്റെ ലെവലിലേക്ക് ഒപ്പം നിൽക്കുന്ന സംഘികളെ ആകെ ചിരിപ്പിക്കാൻ പോകുന്ന ഒരു വക പോലെ അദ്ദേഹം അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ആ സഹമന്ത്രിയുടെ, കേന്ദ്ര സഹമന്ത്രിയുടെ ആ സമീപനം പക്ഷേ മാധ്യമപ്രവർത്തകരുടെ അടക്കം ഭാഗത്ത് നിന്ന് ശക്തമായ നിലയിൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, അത് ചെയ്താൽ മതി, ഈ രൂപത്തിലല്ല പെരുമാറേണ്ടത് എന്ന മനോഭാവത്തോടെ. കാരണം നമുക്ക് അവർ പറഞ്ഞത് എന്താണെന്നറിയില്ല. പക്ഷേ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റു മാധ്യമപ്രവർത്തകരും എല്ലാവരും ഈ നിലയിൽ നിലവിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിയുടെ ഈ പെരുമാറ്റത്തിനെതിരായ അവരുടെ വിയോജിപ്പ് അവതരിപ്പിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിന് ജബൽപൂരിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയാൻ സുരേഷ് ഗോപി നിർബന്ധിതനായത് എന്നതുകൂടി നമ്മൾ കാണണം. ഇത് തന്നെയാണ് മുമ്പ് നമ്മൾ തൃശ്ശൂരിലും കണ്ടത്. മാധ്യമപ്രവർത്തകരെ തട്ടിമാറ്റുക, അതുപോലെ തന്നെ വളരെ ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ പെരുമാറുക. നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളുടെ ജോലിയിൽ
ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഉയരുന്ന പ്രശ്നങ്ങളോട് ചോദിക്കുന്നു. അവർക്ക് എന്ത് അഭിപ്രായവും പറയാം. പക്ഷേ അത് ചോദ്യം ചോദിക്കുന്നവരോടും മാധ്യമപ്രവർത്തകരോടും തട്ടിക്കയറിയും അവരെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും സ്വയം ചെറുതാവുക എന്നുള്ളതാണ്, ചെറുതായി പോകുന്നു എന്നുള്ളതാണ് അജിംഷാദ് ഇതിലൂടെ കൊച്ചിയിൽ വന്നിറങ്ങിയ കേന്ദ്ര സഹമന്ത്രിയും സ്വയം വെളിപ്പെടുത്തിയത്. ജോൺ ബ്രിട്ടാസ് ആകട്ടെ വളരെ ശക്തമായി തന്നെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലെ വിമർശനം, വഖഫ് ബില്ലിനെതിരായ ശക്തമായ പ്രസംഗം, ഓർക്കേണ്ടത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആ റോള് കൈകാര്യം ചെയ്യാതിരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അതിശക്തമായി മോദി സർക്കാരിൻ്റെ ഈ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിനെ തുറന്നു കാട്ടിയത്. അത് അങ്ങേയറ്റം ഭരണപക്ഷത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന നിലയിലായി. ആ പ്രസംഗങ്ങളൊക്കെയും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ വൈറലാവുന്നു, വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു. നമ്മളതിവിടെ കാണുന്നുണ്ട്. അദ്ദേഹം വന്നിറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റ് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കെ രാധാകൃഷ്ണനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ലോക്സഭയിലെ പ്രസംഗത്തിന് ശേഷം ഇവിടേക്കൊക്കെ വരുമ്പോൾ ആളുകൾ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഇക്കാര്യങ്ങൾ തിരക്കുന്നു. ഇന്നിപ്പോൾ രാജ്യസഭയിൽ നിന്ന് ഇവിടേക്ക് വന്ന എം പിമാരുടെ ആ നിലയിൽ ഇവിടേക്ക് എത്തുന്ന രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് എത്തുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുണ്ട്, ഇടത് സഹയാത്രികരുണ്ട്, അല്ലെങ്കിൽ പൊതുവായ പുരോഗമന രാഷ്ട്രീയത്തെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇവരോടൊക്കെ വന്നു നിന്ന് വിവരങ്ങൾ അറിയാനും തിരക്കാനും അവരോട് സ്നേഹം പങ്കുവെക്കാനും അവരോട് ഐക്യദാർഢ്യപ്പെടാനും ഒക്കെ സമയം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നതാണ്. അപ്പോഴാണ് കേന്ദ്ര സഹമന്ത്രി ഇങ്ങനെ സ്വയം അപഹാസ്യനായി കൊച്ചിയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടത്. അജിംഷാദ്. തീർച്ചയായും സമഗ്രമാണ് ശരത് ചന്ദ്രൻ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൂടിയാണ്, ഈ വിഷയത്തിൽ ഉള്ള വിശദാംശങ്ങൾ നൽകിയത്.